ഹായ്, ഇന്ന് നിങ്ങൾ വളരെയധികം ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ മിസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പേഴ്സൺ ഉണ്ടല്ലോ. ആ പേഴ്സൻ്റെ പേര് നിങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടുവരിക. അവർക്ക് ഇപ്പോഴും നിങ്ങളോടുള്ള കറൻറ്റ് ഫീലിങ്സ് എന്താണെന്നാണ് നമ്മൾ ഇന്നത്തെ ഒരു റീഡിങ്ങിൽ നോക്കുന്നത്. അപ്പോൾ അവരെന്താണ് നിങ്ങളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്, നിങ്ങളോടുള്ള കറൻറ്റ് ഫീലിങ്സ് എന്താണ്, എന്തുകൊണ്ടാണ് ഇപ്പോൾ കോൺടാക്റ്റ് ചെയ്യാതിരിക്കുന്നത്. ചിലപ്പോൾ കോൺടാക്റ്റ് ചെയ്യുന്നവരായിരിക്കും, ചിലപ്പോൾ കോൺടാക്റ്റ് ചെയ്യാത്തവരായിരിക്കും. എന്തായാലും ബ്രീത്ത് ഔട്ട് ചെയ്തതിന് ശേഷം ആ ഒരു വ്യക്തിയുടെ വ്യക്തിയുടെ ഒരു രൂപം ഒക്കെ മനസ്സിൽ കൊണ്ടതിന് ശേഷം കാർഡ് എടുക്കാൻ പോവാണ്. അപ്പോൾ നോക്കാം എന്താണ് കാണുന്നതെന്നുള്ളത് നമുക്ക് നോക്കാം. ആദ്യത്തെ കാർഡ് കിട്ടിയിരിക്കുന്നത് പേജ് ഓഫ് വാൻസ് ആണ്. ഇത് തല തിരിഞ്ഞിട്ടാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് കേട്ടോ. അതുകൊണ്ട് തന്നെ നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു പേഴ്സൺ, നിങ്ങൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു വ്യക്തി അത് ഇപ്പോഴും അവിടെ സ്റ്റക്കായി തന്നെ നിൽക്കുകയാണ്. കാരണം കറക്റ്റായിട്ടുള്ളൊരു ആശയവിനിമയം കാരണം കൊണ്ട് ഒരു തടസ്സം, ഒരു ബ്ലോക്ക് എപ്പോഴും നിങ്ങളുടെ ലൈഫിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം നിങ്ങൾക്ക് കറക്റ്റായിട്ട് എത്താൻ പറ്റുന്നില്ല. എന്തെങ്കിലും ഒരു കാര്യം സംസാരിച്ചു തുടങ്ങുമ്പോൾ തന്നെ സംശയങ്ങൾ വരിക, അല്ലെങ്കിൽ കറക്റ്റായിട്ടുള്ള രീതിയിലുള്ള ആശയവിനിമയങ്ങൾ പോകുന്നത്, എന്ത് പറയുമ്പോഴും അതിലൊരു ഒരു ചിന്ത, ഒരു സംശയം, ഒരു ഡൗട്ട് അത് നിങ്ങളെ വല്ലാതെ വേട്ടയാടുന്നുണ്ട്. കാരണം ഈ ഒരു പേഴ്സൺ കറക്റ്റാണോ, ഈ ഒരു പേഴ്സൺ ശരിയാണോ എന്നുള്ള കാര്യമായിട്ടാണ് ഇതിൽ കാണുന്നത്. അതുപോലെ തന്നെ ഇത് എല്ലാവർക്കും കണക്റ്റ് ആവണമെന്നില്ല. കണക്റ്റ് ആവുന്നവർ ഇതിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്കിത് കണക്റ്റ് ആവുന്നുണ്ടെങ്കിൽ കറക്റ്റായിട്ട് കമൻറ്റ് ചെയ്യണം. അതുപോലെ തന്നെ ഇതെന്ന് പറയുന്നത് ഒരു കണക്ഷൻ ദിശയില്ലാതെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ വളരെയധികം കഷ്ടപ്പെടുന്നുണ്ട് ആ ഒരു വ്യക്തിയിലേക്ക് എത്താൻ. പക്ഷേ ആ ഒരു ഇതിലേക്ക് എത്തുന്ന സമയത്ത് പിന്നെയും ഈ പറഞ്ഞ പോലെ ഡൗൺ ആയി പോയിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ഡൗൺ ആയിട്ടുള്ളൊരു റിലേഷൻഷിപ്പാണ് ഇപ്പോൾ നിങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഒട്ടും സാറ്റിസ്ഫൈഡ് അല്ല. എന്നാൽ ഉള്ളിൽ ഒരുപാട് ആഗ്രഹങ്ങളുണ്ട്, ഒരുപാട് സന്തോഷങ്ങൾ, ഒരുപാട് ഹാപ്പിനെസ് ഷെയർ ചെയ്യണമെന്നുണ്ട്. ഇപ്പം കോണ്ടാക്റ്റ് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഒക്കെ. പക്ഷേ ഒരു ബന്ധം ഇങ്ങനെ നിലനിൽക്കുന്നവരാണെങ്കിൽ പോലും ഒരു തണുത്ത മട്ടിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് മനസ്സ് തുറന്ന് സംസാരിക്കാനോ അല്ലെങ്കിൽ അവരെന്തെങ്കിലും ആയിക്കോട്ടെ, അങ്ങനെയുള്ളൊരു ടോണിലാണ് നിങ്ങളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അതാണ് ഈ ഒരു കാർഡിൽ പറയുന്നത് കേട്ടോ. നിങ്ങൾക്ക് നല്ല ആഗ്രഹമുണ്ട്, നല്ല ദിശയിലേക്ക് കാര്യങ്ങൾക്കൊക്കെ പോകണമെന്ന് നിങ്ങൾക്ക് നല്ല ആഗ്രഹങ്ങൾ വരുന്നുണ്ട്. പക്ഷേ എന്തൊക്കെയോ കാരണം കൊണ്ട് അത് തുടർച്ചയായിട്ട് നീട്ടി വെച്ചിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ നീട്ടി വെക്കേണ്ട ആവശ്യങ്ങൾ ഇല്ല. പക്ഷേ സമയമെടുക്കും. ആ ഒരു നീട്ടിവെക്കലിൽ നിന്ന് നിങ്ങളുടെ ആ ആഗ്രഹിക്കുന്ന കാര്യത്തിലേക്ക് എത്താനായിട്ട് കുറച്ച് സമയം നിങ്ങളിലേക്ക് എടുക്കുന്നുണ്ട് കേട്ടോ. രണ്ടാമത്തെ കാർഡ് കിട്ടിയിരിക്കുന്നത് 10 ഓഫ് കപ്സ് ആണ് കിട്ടിയിരിക്കുന്നത്. ഇതിൽ കുടുംബത്തിൽ അല്ലെങ്കിൽ പ്രണയത്തിൽ ഇതിലൊക്കെ വളരെയധികം ഒരു അകൽച്ച, ഒരു കണക്ഷൻ ഇല്ലായ്മ, തീരെ കണക്റ്റഡ് അല്ല എന്നല്ല പറയുന്നത്. എന്നാൽ കണക്റ്റഡ് ആണ്, രണ്ട് വ്യക്തികൾ തമ്മിലുണ്ട്. പക്ഷേ ഒട്ടും മാനസികമായിട്ട് അടുപ്പത്തിലല്ല നിങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ആശയവിനിമയക്കുറവാണ് ഈ ഒരു അകൽച്ചയ്ക്ക് കാരണം. വെച്ചാൽ വീട്ടിൽ സമാധാനം ഇല്ല, ഐക്യം എങ്ങനെ എന്തൊക്കെ ചെയ്തിട്ടും, ഇപ്പോൾ പൂജകൾ ചെയ്തിട്ട് അല്ലെങ്കിൽ പ്രാർത്ഥിച്ചിട്ടോ അങ്ങനെ ഒന്നും ചെയ്തിട്ട് നിങ്ങൾക്ക് ഒരു ഐക്യം, മനസ്സമാധാനം, സന്തോഷം, ഒരു ടേബിളിൽ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ഒരു ഹാപ്പിനെസ്, ആ കറിക്ക് ഒരു രുചി തോന്നുക, അല്ലെങ്കിൽ മക്കൾ പഠിക്കുന്നത് കാണുമ്പോൾ ഒരു ഹാപ്പിനെസ് തോന്നുക, അല്ലെങ്കിൽ ഒന്നുമില്ല. ജോലിക്ക് പോവുക, തിരിച്ചു വരിക, പഠിക്കാൻ പോവുക, തിരിച്ചു വരിക, കോളേജിൽ പോവുക, തിരിച്ചു വരിക. ഒരു ഹാപ്പിനെസ് നിങ്ങൾ ആ ഒരു പാർട്ട്ണറെ ആലോചിക്കുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നില്ല. ഭയങ്കര വിഷമമാണ് നിങ്ങളുടെ മനസ്സിൽ കിടക്കുന്നത്. കാരണം എന്ന് വെച്ചെങ്കിൽ കണക്റ്റ് ചെയ്യാനേ പറ്റുന്നില്ല. നിങ്ങൾക്ക് എങ്ങനെ ശ്രമിച്ചിട്ടും അത് സോൾവ് ഔട്ട് ചെയ്യാനായിട്ട് പറ്റുന്നില്ല. കാരണം സ്വന്തം വിചാരങ്ങളതിനെ മെച്ചപ്പെടുത്താനായിട്ടോ അല്ലെങ്കിൽ അത് ഷെയർ ചെയ്യാനോ, നിങ്ങൾക്ക് ആകെ കൂടി ഷെയർ ചെയ്യാനുള്ള ഒരാളാണ് എന്നുള്ളൊരു തോട്ട് നിങ്ങൾക്കുണ്ടെങ്കിലും പക്ഷേ അതിനെ കണക്റ്റ് ചെയ്തിട്ട് ഒന്നും സക്സസ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് പറ്റുന്നില്ല. ഇപ്പോൾ വിവാഹമൊക്കെ ആലോചിക്കുന്ന ആൾക്കാരാണെങ്കിലും അതങ്ങനെ ആ ബന്ധം വേണോ വേണ്ടോ എന്നുള്ളൊരു ചിന്ത കുഴപ്പമില്ല, നമുക്ക് കംഫർട്ടാണ്. പക്ഷേ ആശയവിനിമയം ഇല്ലാത്തതുകൊണ്ടാണ് നിങ്ങളങ്ങനെ സ്റ്റക്കായിട്ട് നിൽക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു തരത്തിലും നിങ്ങൾ സ്റ്റക്കായി നിൽക്കേണ്ട. നിങ്ങളുടെ ഉള്ളു തുറന്ന് സംസാരിക്കാനുള്ള അവസരമാണത്. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പം നിലവിലുള്ള ആ സംശയങ്ങൾ, നിലവിലുള്ള ആ ഒരു ടെൻഷൻ, നിലവിലുള്ള ആ ഒരു ഐക്യക്കുറവ്, സമയമില്ലായ്മ, നിങ്ങൾ ചിലപ്പോൾ വേറെ സ്ഥലത്തായിരിക്കും ജോലി ചെയ്യുന്നത്, അവരവിടെ ആയിരിക്കും. അപ്പോൾ അവർ ഓക്കെ പൈസ അയച്ചു കൊടുക്കുന്നുണ്ടല്ലോ, ഓക്കെ അവരവിടെ ജീവിക്കട്ടെ, അങ്ങനെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അങ്ങനെയല്ല ചിന്തിക്കേണ്ടത്. ഹാപ്പി ആയിട്ടിരിക്കാനായിട്ടും സന്തോഷത്തോടു കൂടി ഇരിക്കാം. അവർ നിങ്ങൾ സ്നേഹിക്കുന്നത് പോലെ തന്നെ സ്നേഹിക്കാനൊക്കെ ആയിട്ട് കോൾ ചെയ്യുക, മെസ്സേജ് ചെയ്യുക, അവരെ കാര്യങ്ങൾക്ക് കെയർ ചെയ്യുക. അത്രേ അവർ ആഗ്രഹിക്കുന്നുള്ളൂ. ഓരോ ദിവസവും നിങ്ങൾ എന്ത് ചെയ്തു, എങ്ങനെയാണ്, എന്താണ്, ചെറിയ വേർഡ്സൊക്കെ നിങ്ങൾ എന്ത് ആഗ്രഹിക്കുന്നു അത് കൊടുക്കാനായിട്ട് നിങ്ങൾക്ക് സമയം കണ്ടെത്തിയാൽ മതി. ഒരു 2 സെക്കൻഡ് നിങ്ങൾ അവർക്ക് വേണ്ടി മാറ്റി വയ്ക്കുക. ഈ കാണുന്ന അകൽച്ച കാര്യങ്ങളെല്ലാം മാറി
സക്സസ്സിലേക്ക് വരും. ലൈഫ് നല്ല രീതിയിൽ ഹാപ്പിനെസ്സിലേക്ക് വരും. ഇപ്പോൾ സ്റ്റക്കായിട്ട് നിൽക്കുകയാണ്, ഒരു അകൽച്ചയിലാണ്, അതെല്ലാം മാറും. പരിപൂർണമായിട്ട് നിങ്ങൾക്ക് മാറും. നിങ്ങൾക്ക് കണക്റ്റ് ആവുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം. മൂന്നാമത്തെ കാർഡാണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ നമ്മൾ 2 കാർഡിലും പറഞ്ഞത് ഒരു റിലേഷൻഷിപ്പിൽ അല്ലെങ്കിൽ ഒരു ദാമ്പത്യത്തിൽ കുറച്ച് അകൽച്ച ഉള്ള ആൾക്കാരെ കുറിച്ചിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ മൂന്നാമത്തെ കാർഡ് ഏതാ നോക്കട്ടെ. ക്യൂനാണ് കിട്ടിയിരിക്കുന്നത്. മൂന്നാമത്തെ കാർഡ് എന്ന് പറയുന്നത് ക്വീൻ ഓഫ് പെൻറ്റക്കിൾസ് ആണ്. ഇതിലെന്ന് വെച്ചെങ്കിൽ ഒരു ബന്ധത്തിൽ ഒരാൾ കൂടുതൽ ശ്രദ്ധ കൊടുക്കുകയും മറ്റേ ആൾ വളരെയധികം ശ്രദ്ധിക്കാതിരിക്കുന്ന ഒരു സാഹചര്യമാണ് പറയുന്നത്. അതായത് ഒരാൾ അമിതമായിട്ട് കെയർ ചെയ്യുന്നുണ്ട്, മറ്റൊരാൾക്ക് അത് നോക്കാനോ അല്ലെങ്കിൽ അതിൽ ശ്രദ്ധ ചെലുത്താനോ ഉള്ളൊരു ടൈം കാര്യങ്ങളൊന്നുമില്ല. അല്ലെങ്കിൽ അസൂയ, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഒരു ഈഗോ, അമിതമായിട്ടുള്ള കരുതൽ, സംശയങ്ങൾക്ക് ഇടയാക്കുന്ന രീതിയിലുള്ള കാര്യങ്ങൾ, കാരണം വെറുതെ സംശയിക്കുന്ന രീതിയിൽ, അതുകൊണ്ടായിരിക്കും നിങ്ങളെ ഒരു പക്ഷേ അവർ കെയർ ചെയ്യാതിരിക്കുന്നത്. അപ്പോൾ അമിതമായിട്ടുള്ള കെയറിങ് ഒരുപക്ഷെ സംശയത്തിലേക്ക് എത്തിക്കും. അപ്പോൾ അമിതമായിട്ടല്ല, ആവശ്യത്തിന്. നിങ്ങൾക്കിടയിലുള്ള നേരത്തെ 2 കാർഡുകളും എടുത്തപ്പോഴും അങ്ങനെ തന്നെയാണ് കണ്ടത്. സംശയങ്ങൾക്കുള്ള കാരണങ്ങൾ കൊണ്ടാണ് നിങ്ങൾ അകൽച്ചയിൽ ഇപ്പം നിൽക്കുന്നത്. കൃത്യമായിട്ടുള്ള ആശയവിനിമയമില്ല, അത് എന്തെങ്കിലും ആയിക്കോട്ടെ, അവരുടെ കാര്യമില്ല, അങ്ങനെയുള്ള രീതിയിലൊക്കെ നിങ്ങൾ നിൽക്കാതിരിക്കുക. നിങ്ങളെ ആഗ്രഹിക്കുന്നവർ, നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നവർ, നിങ്ങൾക്കൊപ്പമുള്ളവർ നിങ്ങൾക്കൊപ്പം തന്നെയാണെന്ന് വിചാരിക്കുക. അപ്പോൾ അവരുടെ കാര്യങ്ങൾ വളരെയധികം നല്ല രീതിയിൽ ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ നിങ്ങൾക്കൊരു പിരിമുറുക്കമുള്ള സമയത്തൊക്കെയാണെങ്കിൽ അവരുമായിട്ട് സംസാരിക്കുക. ചിലപ്പോൾ നിങ്ങൾ സാമ്പത്തികമായിട്ടോ അല്ലെങ്കിൽ കുടുംബത്തെ നോക്കാനുള്ള നെട്ടോട്ടത്തിലോ പിരിമുറുക്കത്തിലോ ഒക്കെ ആയിരിക്കും ഉണ്ടായിരിക്കുന്നത്. പക്ഷേ അത്തരം സാഹചര്യങ്ങളെയൊക്കെ നല്ല രീതിയിൽ അതിജീവിക്കണം. സ്വന്തം ആവശ്യങ്ങളും വികാരങ്ങളും ഒക്കെ അവഗണിക്കാതിരിക്കാനായിട്ടാണ് ഈ ഒരു കാർഡ് നിങ്ങളെന്നെ സൂചിപ്പിക്കുന്നത്. നമ്മളുടെ ആവശ്യങ്ങൾ പോലെ തന്നെയാണ് നമ്മളുടെ വികാരങ്ങളും വിചാരങ്ങളും. അപ്പോൾ ഒന്നിനും ഒരു ഉഴപ്പ് കാണിക്കരുത്. 2 വ്യക്തികൾ തമ്മിൽ കണക്റ്റഡ് ആയിട്ടുള്ള വ്യക്തികളായിരിക്കും, പക്ഷെ അവർ തമ്മിൽ ഒരു തരത്തിലുള്ള ബന്ധമില്ലാതെ ഓക്കെ അങ്ങനെ പറഞ്ഞിരിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ഒരു ഈഗോ അല്ലെങ്കിൽ ആ ഒരു കാര്യങ്ങളെ എല്ലാം മറന്ന് ഇനി മുതൽ അതൊന്നുമില്ല, നമ്മുടെ ലൈഫിൽ കുറച്ചും കൂടി കണക്റ്റഡ് ആയിരിക്കണം എന്ന് വെച്ചാൽ സ്നേഹിക്കുക, നല്ല ഭക്ഷണങ്ങൾ ഉണ്ടാക്കുക, നല്ല പുറത്ത് പോവുക, നല്ല ഡ്രസ്സ് ചെയ്യുക, അങ്ങനെ നല്ല രീതിയിൽ പരസ്പരം കെയർ ചെയ്ത് ഇഷ്ടപ്പെട്ടിട്ട് നിങ്ങൾ ജീവിക്കുക. അപ്പോൾ നല്ല രീതിയിൽ കണക്റ്റഡ് ആക്കാനായിട്ട് നിങ്ങൾക്ക് പറ്റും. കാരണം നിങ്ങൾ ആശയവിനിമയം ഇല്ലാത്തതാണ് നിങ്ങളുടെ ലൈഫിലെ ഏറ്റവും വലിയ പ്രശ്നം. അപ്പോൾ ആ കണക്ഷൻ എവിടെയാണെന്നാണോ 2 പേരുടെ ഈഗോ, അതാണ് ഇതിൽ കാണിക്കുന്നത്. അപ്പോൾ അത് നല്ല രീതിയിൽ മാറാനായിട്ട് നോക്കുക. അതുപോലെ തന്നെ പരസ്പരം പിന്തുണയാവേണ്ട ആൾക്കാരാണ് നിങ്ങൾ നിൽക്കുന്നത്. ഇതിൽ ശ്രദ്ധ ചെലുത്തണം. അതായത് പരസ്പരം ശ്രദ്ധിക്കാനുള്ള ആൾക്കാരാണ് നിങ്ങൾ. അവർ പരസ്പരം അകന്നു നിന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ ഒന്നും എവിടെ എത്താൻ പോകുന്നില്ല. നിങ്ങളെ ഡിപ്പെൻഡ് ചെയ്യുന്നവരാണെങ്കിലും ഒന്നും എവിടെ എത്താനൊന്നും പോകുന്നില്ല. കാരണം നിങ്ങൾ എവിടെയും കണക്റ്റഡ് ആവാതെ നിൽക്കും. അപ്പോൾ അങ്ങനെ ചെയ്യരുത്. കാരണം കുട്ടികളൊക്കെ ഉള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഒരുപാട് ലൈഫ് ഇനിയും അവർക്ക് മുന്നിലേക്ക് ഉള്ളതാണ്. നിങ്ങൾ 2 പേരെ ഇഷ്ടം കൊണ്ട് മാത്രം ആ ഒരു കുഞ്ഞുങ്ങളുടെ ലൈഫ് ഇല്ലാതാക്കരുത്. ഈഗോ കാര്യങ്ങളൊക്കെ കളഞ്ഞ് നല്ല രീതിയിൽ കണക്റ്റഡ് ആവുക, നല്ല രീതിയിൽ സ്നേഹിക്കുക, ചെറിയ തമാശകളൊക്കെ പറയുക. അത് വലിയ സന്തോഷങ്ങളുണ്ടാക്കും. അപ്പോൾ ഇത് നിങ്ങളായിട്ട് കണക്റ്റഡ് ആവുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. താങ്ക്